നമസ്കാരം, ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങി. എളിമയിൽ എഴുതിയ ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതെന്ന് തിരൂർ സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോസഫ് മണ്ണഞ്ചേരി പറഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗതനായി. 88 വയസ്സായിരുന്നു. ചരിത്രം തിരുത്തിക്കുറിച്ചാണ് 2015 മാർച്ച് 13 അർജന്റീനയിലെ ബ്യൂണസ് ഐറിസിൽ നിന്നുള്ള കർദിനാൾ മാരിയോ ബെർഗോളിയ കത്തോലിക്ക സഭയുടെ 266ാമത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായിരുന്നു. പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നറിയപ്പെട്ട മരിയോ ബെർഗോളിയ 1272 വർഷങ്ങൾക്കു ശേഷമായിരുന്നു യൂറോപ്പിന് പുറത്തുനിന്ന് ഒരാൾ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പ്രാദേശിക സമയം 7:35 അന്ത്യം സംഭവിച്ചതെന്ന് വത്തിക്കാൻ അറിയിച്ചു. എളിമയിൽ എഴുതിയ ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതെന്ന് തിരൂർ സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോസഫ് മണ്ണഞ്ചേരി പറഞ്ഞു. മാർപ്പാപ്പയുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം, എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം. ആരെയും സ്വീകരിക്കാനായിട്ട് സന്നദ്ധനായ കയ്യും നീട്ടി നടക്കുന്ന മാർപ്പാപ്പ. യാതൊരു ആർഭാടവുമില്ലാതെ ആർക്കും തൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന ഒരു മാർപ്പാപ്പ. സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ പോലും അത് ഉപേക്ഷിച്ച് പൊതുഗതാഗതം മാർഗം സ്വീകരിക്കുന്ന ഒരു മാർപ്പാപ്പ. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ദൈവസന്നിധിയിലാണ്. മാർപ്പാപ്പായ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതേസമയം തന്നെ മാർപ്പാപ്പായോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കാരണം അദ്ദേഹം ദൈവത്തിൻ്റെ സന്നിധിയിലാണെന്ന് പ്രത്യേകമായിട്ട് നമുക്ക് വിശ്വസിക്കാം. എല്ലാവർക്കും മാർപ്പാപ്പയുടെ ഈ വിയോഗത്തിലുള്ള ദുഃഖത്തിലുള്ള എൻ്റെ അനുശോചനം ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരോടും കൂടെ ഞാനും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ പീഠാനുഭവ തിരുനാളും ഉദ്ധാനവും അനുസ്മരിച്ച് ഈസ്റ്റർ സന്ദേശം നൽകിയാണ് പാപ്പ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്.